ഇവിടെ ഡോക്ടർ സമ്പത്ത്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഈ ദുരന്തത്തിന് ശേഷമുള്ള സാഹചര്യത്തെ സംബന്ധിച്ച അസസ്മെൻറ്റ് നൽകാൻ വൈകിയെന്ന ഒരു ന്യായം, ഒരു പ്രശ്നം BJP പ്രതിനിധി അവതരിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും ആഭ്യന്തരമന്ത്രി പറയുന്നത് പ്രത്യേക സഹായമില്ല, ധനസഹായമില്ല, സ്പെഷ്യൽ പാക്കേജില്ല, SDRFൽ തന്നതും തരാനുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലും പെടുത്തി എല്ലാം ആക്കിക്കോണം. ഒപ്പം സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങളിലെ അപാകത എന്ന നിലയിലേക്ക് പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാനും BJP കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറുപടി, ഈ ഉണ്ടായിട്ടുള്ള ദുരന്തത്തെ ദുരന്തമായി കാണാനുള്ള മാനുഷികമായ മാനസികാവസ്ഥ മനുഷ്യ ശരീരമുള്ളവർക്ക് ഉണ്ടാവണം. ജീവിക്കുന്ന ശവങ്ങളായി വല്ലാതെ രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണുകൊണ്ട് ദുരന്തങ്ങളെ കാണാനായി പോയാൽ, നമ്മുടെ MT രണ്ടാം ഊഴത്തിൽ എഴുതിയൊരു വാചകം ഞാൻ ഉദ്ധരിക്കുകയാണ്. സ്വന്തം രക്തവും മാംസവുമാകുമ്പോൾ ജീർണവസ്ത്രങ്ങളുടെ ഉപമ നാം മറന്നിടുന്നു എന്ന്. നമ്മുടെ ഈ ചർച്ച നടക്കുന്ന വേളയിൽ മറ്റു ചില ടെലിവിഷൻ മാധ്യമങ്ങളിലും ഇതേ വിഷയത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. BJPയുടെ പ്രതിനിധിയായ നമ്മുടെ ചങ്ങാതി ഇവിടെ വല്ലാതെ വിക്ഷുബ്ധനായി ഉപയോഗിച്ചതായ പദപ്രയോഗങ്ങളെക്കാൾ സഭ്യതയുടെ സീമകൾ ലംഘിക്കുന്ന നിലയിലേക്ക് ഇദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ചില ആളുകൾ പറയുന്നത് ഇപ്പോൾ കാണാം നമ്മുടെ പ്രേക്ഷകർക്ക്. ഇപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്തിനാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വന്നത് എന്നത് അന്ന് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം വന്നത് നല്ലതല്ലേ എന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഈ ടെലിവിഷൻ ചർച്ചകൾക്ക് വന്നപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, അദ്ദേഹം അങ്ങനെ വന്നതും കണ്ടതും അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു എങ്കിൽ അത് നല്ല കാര്യം എന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത്തരത്തിലൊരു സ്ഥലത്ത് വന്ന്, ഞാനിപ്പോൾ ആ പിഞ്ചു കുഞ്ഞിനെ അങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചതെല്ലാം ഒരു ഫോട്ടോഷൂട്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോട്ടെ അത്തരം കാര്യങ്ങൾ. പിഞ്ചു മക്കളോട് കള്ളം പറയണോ? എന്തിനാണ് കൊച്ചുകുട്ടികളോടടക്കം ഇങ്ങനെ അഭിനയിക്കുന്നത്? ഇവിടെ ഇത്തരമൊരു കാര്യത്തിൽ അങ്ങനെ പ്രത്യേക ധനസഹായം ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രഖ്യാപിക്കാൻ ഭരണഘടനാപരമായ ചുമതലയും അധികാരവും അവകാശവും ഉള്ളതാണ്. SDRFനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ ഞാൻ പറയാം. SDRFിലേക്ക് ഈ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തുക NDRFിൽ നിന്ന് വകയിരുത്തുന്നത് ഫൈനാൻസ് കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അവരുടെ ശുപാർശയെ തുടർന്നാണ്. അല്ലാതെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുണ്ടായാൽ, വെള്ളപ്പൊക്കമുണ്ടായാൽ, ദുരന്തമുണ്ടായാൽ, ചുഴലിക്കാറ്റുണ്ടായാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗണിച്ചെടുത്തുകൊണ്ടല്ല ഈ ഫൈനാൻസ് കമ്മീഷൻ ഇങ്ങനെ നൽകുന്നത്. അങ്ങനെ നൽകുന്നതായിട്ടുള്ള SDRFിലെ ഫണ്ടാണ് അടിയന്തര സാഹചര്യങ്ങളിൽ അവരുടെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത്. NDRFിൽ നിന്ന് ഇത്തരത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് കൂടാതെ സ്പെഷ്യൽ പാക്കേജായി അല്ലെങ്കിൽ അത്തരത്തിൽ സ്പെഷ്യൽ അസിസ്റ്റൻസായി പ്രത്യേക സഹായമായി ചോദിക്കുന്നത് എന്തിനാണ്? ഒന്ന്, പുനരധിവാസവുമായി ബന്ധപ്പെട്ടതാണ്. എവിടെ ദുരന്തമുണ്ടായാലും ആദ്യത്തെ അവിടെ ചെയ്യേണ്ടത് എന്താണ്? റെസ്ക്യൂ ആണ്. രണ്ടാമത്തേത് റിലീഫാണ്. പിന്നീട് വേണ്ടത് അവരുടെ റീഹാബിലിറ്റേഷനാണ്. അതിന് വേണ്ടത് റീകൺസ്ട്രക്ഷനാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം, കേരളം ആവശ്യപ്പെടേണ്ടത് അപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഈ രേഖാമൂലമൊന്നും നൽകേണ്ടതായ ഒരു കാര്യമില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. തമിഴ്നാടായിരുന്നാലും അല്ല ആന്ധ്രാപ്രദേശ് ആയിരുന്നാലും അല്ല ഗുജറാത്ത് ആയിരുന്നാലും അതല്ല ഇനി സിക്കിമോ അല്ല ഇനി ഹിമാചൽ പ്രദേശോ ഏത് സംസ്ഥാനമായിരുന്നാലും നമ്മൾ ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിലാണ് കാണേണ്ടത്. അങ്ങനെ അല്ല കാണുന്നത്. ഇവിടെ ഒരു ഭവനം അങ്ങനെ നിർമ്മിക്കാനായി SDRFിൽ നിന്നാണ് എങ്കിൽ ഇവിടെ NDRFിൻ്റെ മാനദണ്ഡങ്ങളനുസരിച്ച് എത്ര രൂപ കൊടുക്കാമെന്നാണ് ശരത്തെ ഇവർ പറയുന്നത്? 1,25,000 രൂപ വെച്ച് ഒരു ഭവനത്തിൻ്റെ പുനർനിർമ്മാണം അല്ലേ, പുതിയ കെട്ടിടം കിട്ടാനായിട്ട്. BJPയിലെ ചങ്ങാതിമാർ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ വീട് ഒലിച്ചു പോയാൽ 1.25 ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് അത്തരത്തിൽ അവർക്ക് നിർമ്മിക്കാനായി കഴിയുമോ കേരള സംസ്ഥാനത്ത്? കഴിയില്ലല്ലോ. അവിടെ കേരളത്തിലെ സർക്കാർ അടക്കം അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നടക്കം പണം കൊടുത്തിട്ട് വേണം അങ്ങനെ 4 ലക്ഷം രൂപയെങ്കിലും കണ്ടെത്താനായി. ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ടൊരു കാര്യം പറഞ്ഞോട്ടെ. രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ സൈനികർ വന്ന് അവർ നടത്തിയിട്ടുള്ള സേവനങ്ങളെ പ്രകീർത്തിക്കുകയാണ്. എൻ്റെ ബന്ധുക്കളടക്കം സൈന്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരു പഴയ സൈനികൻ്റെ മകളാണ് എൻ്റെ ഭാര്യ. ഞാനിവിടെ പറയുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ എയർഫോഴ്സ് അടക്കം ആർമി അടക്കം അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ബില്ല് അടിച്ചു കൊടുക്കുകയാണ് അല്ലേ.
നമ്മൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചാൽ അല്ല ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ബില്ലടിച്ചു കൊടുക്കുന്നത് പോലെ ഇങ്ങനെ മനുഷ്യനെ രക്ഷിച്ചതിന് ബില്ലടിച്ചു കൊടുക്കുക. തീരുന്നില്ല ശരത്തെ. ആ പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ ഭക്ഷണം കിട്ടാത്തതിനെക്കുറിച്ച് വല്ലാതെ കരയുകയുണ്ടായല്ലോ. അരി നൽകിയതിന്, അരി ചാവൽ എന്ന് പറയും ഗോസായിമാരുടെ ഭാഷയിൽ. ഈ ദുരന്തത്തിൽപ്പെട്ട ഈ ആളുകൾക്ക് അത്തരത്തിൽ അരി നൽകിയതിന് ആ അരിക്ക് ബില്ലടിച്ച് തന്നു കേരളത്തിന്. എന്നിട്ടങ്ങനെ SDRF-ൽ നിന്ന് ഈ പണം അങ്ങോട്ടേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഒരു നയാ പൈസ അർഹമായത് ആ വിധത്തിൽ നൽകുകയില്ല എന്ന് മാത്രമല്ല, ഒരു കാരുണ്യവും കാണിക്കുകയില്ല എന്ന് മാത്രമല്ല, SDRF ഫണ്ടിലുള്ളത് ഇത്തരത്തിൽ അത് പെട്ടെന്ന് തിരിച്ചടയ്ക്കുക എന്നുള്ള നിലയിലേക്ക് ആ ബില്ല്, ഇത് മാർവാടി CC-കാരന് പോലും ഇതിനേക്കാൾ ഒരുപക്ഷെ മനുഷ്യത്വം ഉണ്ടാവും. ആ മനുഷ്യത്വം പോലും ഇന്ത്യ ഗവൺമെൻറ് കാണിക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. തമിഴ്നാടിനടക്കം നൽകിയത്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയതിൻ്റെ കണക്കൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അവർക്കും ലഭ്യമാകേണ്ടത് ലഭ്യമാകുക തന്നെ വേണം. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഭരണഘടനാദത്തമായ അധികാരാവകാശങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം അധികാരത്തിൻ്റെ പ്രമത്തതയിൽ നുണ പറയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നുണയാണ്. എ ലൈ ഈസ് എ ലൈ, ഇറ്റ്സ് എൻ അട്ടർ ലൈ. ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് അദ്ദേഹത്തെ പോലുള്ളവർ.